ഹായ് ഓൾ, വെൽക്കം ടു സ്പെക്ട്രം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു PSC പരീക്ഷ നടന്നു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആവശ്യത്തിന് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് ഒരു തവണ പോലും വായിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഞാൻ പലപ്പോഴും പല സോഷ്യൽ മീഡിയാസിൻ്റെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പല ചാനലുകളുടെ കമൻറ്റുകളിലും കണ്ടിട്ടുണ്ട്. മേ ബി ശരിയായിരിക്കാം, ചില സമയങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വന്നതുകൊണ്ടും അതുപോലെ തന്നെ മാത്സ് ഒക്കെ ചിലപ്പോൾ നന്നായിട്ട് ടൈറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ ടൈറ്റ് ആണെങ്കിൽ പലർക്കും ഈ ഒരു സമയം കിട്ടാത്ത സ്ഥിതി വരാറുണ്ട്. എന്നാൽ ഒരു ആവറേജ് പരീക്ഷയിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ പ്രധാന കാരണം നിങ്ങൾ ആ പരീക്ഷയിൽ പല മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാവും. സോ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന പല പ്രധാന പരീക്ഷകൾ അല്ലേ, നമ്മളിപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ മെയിൻസുകൾ, അതുപോലെ തന്നെ CPO, CEO, സെക്രട്ടേറിയറ്റോ, അസിസ്റ്റൻ്റ് പ്രിലിംസോ, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. സോ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം മെയിൻസ് എക്സാമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മാർക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, അതെങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ടും പറയാൻ ശ്രമിക്കുന്നത്. PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്, വൺസ് അഗെയിൻ വെൽക്കം ടു സ്പെക്ട്രം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു എക്സാം നമുക്ക് സമയം കിട്ടാതെ വരാറുണ്ട്. അതിലൊരു കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നതും അതുപോലെ തന്നെ മാത്സ് ചിലപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ഒരു ആവറേജ് പരീക്ഷയാണെങ്കിൽ പോലും പലപ്പോഴും പല ആളുകളും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു തവണ പോലും ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാത്സ് ഒരുപാട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതൊന്നും എത്താൻ പറ്റിയില്ല, അത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ പല ടൈപ്പ് കമൻറ്റ്സ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സോ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് നേരിടാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ഒരു ഡെമോ ആണ് അല്ലേ, എക്സാമിന് മുൻപ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്, മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. നമ്മൾ ഒറ്റയടിക്ക് ആൻസർ പറയുകയും നമ്മളിപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ കറുപ്പിക്കുകയും ചെയ്യും. എന്നാൽ എക്സാം ഹോളിൽ ഈ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുമ്പോൾ ഇടുക്കി നമുക്ക് അറിയാമെങ്കിലും നമ്മൾ കറക്റ്റ് നമ്പറിൽ തന്നെയാണോ കറുപ്പിക്കുന്നത്, കറക്റ്റ് കോളത്തിൽ തന്നെയാണോ കറുപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വീട്ടിലെടുക്കുന്ന ആ സമയത്തിനേക്കാൾ ലിറ്റിൽ മോർ സമയം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഓരോ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ കൂടുതൽ സമയം നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു സമയം തികയാതെ വരുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുവാണെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുവാണെങ്കിൽ നിങ്ങൾ ടൈം കുറച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു പ്രിലിംസ് എക്സാം ആണെങ്കിൽ 1.25 മണിക്കൂറാണ് പ്രിലിംസ് എക്സാമിൻ്റെ ദൈർഘ്യം. ഈ പരീക്ഷ നിങ്ങൾ ഒരു 60 മിനിറ്റോ 65 മിനിറ്റോ സെറ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു എക്സാം ഹോളിൽ ആൻസർ എഴുതുന്ന രീതി പതുക്കെയാണ് നമ്മൾ ചെയ്യൽ, അവിടെ സമയം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും വിത്തിൻ ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മുഴുവനായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കാനും 1-2 തവണ വായിക്കാനും അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനും, ഇനി ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ്. അത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 90 മിനിറ്റുള്ള പരീക്ഷയാണെങ്കിൽ 90 മിനിറ്റുള്ള പരീക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 80 അല്ലെങ്കിൽ ഒരു 75 മിനിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ സമയത്തിനുള്ള അത് മുഴുവനായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് കാണുവാണെങ്കിൽ ഓരോ ടീമിനും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഇന്ന സമയത്ത് ഇത്ര സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇത്രയാണ് ഒരു എതിർ ടീം സ്കോർ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സ്ട്രാറ്റജി ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാവർക്കും ഒരു ഗെയിം പ്ലാൻ ഉണ്ടാവും.
ഈ ഒരു പ്ലാൻ തന്നെ നമുക്ക് നമ്മുടെ എക്സാമിനും വേണം. അതായത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളുന്നില്ല. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്റ്റേറ്റ്മെൻറ്റ് പിന്നെയും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. എന്നാലും മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ലാസ്റ്റ് 15 മിനിറ്റിലേക്ക് വെക്കരുത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി ആ ഒരു ലാസ്റ്റ് 15 മിനിറ്റിൻ്റെ ബെല്ലൊക്കെ റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പാനിക്കായി തുടങ്ങി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു പാനിക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പം അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും കാൽക്കുലേഷൻ തെറ്റി വെച്ചിട്ട് നമ്മൾ റോങ് ആൻസറിലേക്ക് എത്താനുള്ള സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാത്സ് നിങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ മാത്സ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അധികം സ്ട്രോങ് അല്ല, ഒരു മോഡറേറ്റ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വെക്കുക, സെക്കൻഡ് ഹാഫിലേക്ക് വെക്കുക. അല്ലാതെ ലാസ്റ്റ് ഒരു 15 മിനിറ്റിലേക്ക് ഒരിക്കലും മാത്സ് വെക്കരുത്. വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് സീരീസോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെക്കാം. അല്ലാതെ ആ മാത്സ് പാർട്ട് ഞാൻ ലാസ്റ്റേ ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു പക്ഷേ എന്താണ്, മാത്സ് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും അറിയുന്ന ചോദ്യം നമ്മൾ കാണാതെ പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതും എന്താണ്, ഈ ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളതിനൊരു പ്രശ്നമാണ്. കിട്ടുന്നില്ല എന്നല്ല, ഇവിടെ നമ്മൾ മാത്സ് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ഇംഗ്ലീഷും മലയാളമൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഇംഗ്ലീഷും മലയാളവും ആൻസർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് മാത്സിൽ ഒരുപാട് സമയം കളയും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഇത്തരം സമയം തികയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ മാത്സ് ഫസ്റ്റ് പാർട്ടിലോ, നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഫസ്റ്റ് പാർട്ടിലോ, ഇനി മോഡറേറ്റ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്കോ നിങ്ങൾ എക്സാമിൽ അങ്ങനെ ചെയ്യുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് പാർട്ടിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, കിട്ടാത്ത ആൻസേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പിന്നെയും നമുക്ക് ചിന്തിക്കാം. പക്ഷേ മാത്സ് അങ്ങനെയല്ല, നിങ്ങൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം പാനിക്കായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും തെറ്റിക്കാൻ ചാൻസ്, മേ ബി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പലർക്കും വിയോജിപ്പുണ്ടാവും. എന്നാലും നിങ്ങൾ ഒരുപക്ഷെ മെജോറിറ്റി ആളുകൾക്കും ഈ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ മാത്സ് ഫസ്റ്റ് പാർട്ടിൽ ചെയ്തില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലെങ്കിലും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാത്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ മാത്സിൽ തന്നെ പലരും അനാവശ്യമായിട്ട് സമയം കളയുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് സീരീസ്, അതുപോലെ കോഡിങ് ഡീകോഡിങ് ടോപ്പിക്. റീസണിങ് ടോപ്പിക്സ് നമ്മൾ അധികം നോക്കാറില്ല, പ്രത്യേകിച്ച് കലണ്ടർ, ക്ലോക്ക്, അങ്ങനെ എടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഒഴിച്ച് നമ്മൾ അധിക ടോപ്പിക്സ് നമ്മൾ എടുത്ത് പഠിക്കാറില്ല. അപ്പോൾ കലണ്ടർ, ക്ലോക്ക് നമ്മൾ പഠിക്കണം, എന്നാൽ കൂടി ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ അത്ര നോക്കാറില്ല. അപ്പോൾ ഈ സീരീസ് അതുപോലെ തന്നെ ഡീകോഡിങ് എന്ന് പറയുന്ന ടോപ്പിക്സൊക്കെ നമ്മളിങ്ങനെ ഇരിക്കും, അതുമ്പോൾ ഒരുപാട് നേരം ഇരിക്കും. ഓക്കെ, മാക്സിമം അതിലൊക്കെ എന്താണ് ഒരു 2 മിനിറ്റ് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ടൈമിലേക്കൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അതിൽ കൂടുതൽ ആലോചിക്കുക. അല്ലാതെ നമ്മുടെ നോർമൽ ടൈമിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഒരുപാട് സമയം കളഞ്ഞു എന്ന് ആൻസറിലേക്ക് എത്തിയോ അതുമില്ല. അപ്പോൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു 4-5 മിനിറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സീരീസിൻ്റെ പുറത്ത് 4, 5, 6 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തൊരു 10+ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള സമയമാണ് പോകുന്നത്. അപ്പോൾ സീരീസും കോഡിങ് ആൻഡ് ഡീകോഡിങ് ടോപ്പിക്സും കിട്ടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് ലാസ്റ്റ് നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗെയിം പ്ലാൻ വേണം. ഓക്കെ, ഇതൊക്കെ ചെയ്താലേ നമുക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മേ ബി ഞാൻ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റിനോടും പലർക്കും വിയോജിപ്പുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ സമയം കിട്ടാത്ത ഇഷ്യൂ വന്നിരുന്നോ, പിന്നീട് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തോ? കാണുന്ന ആൾക്കാർക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഇതിൻ്റെ കമൻറ്റ്സ് വായിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുള്ളായിട്ട് മാറട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യം അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യും, പിന്നെ അവർ ആ ഒരു ആൻസർ ഷീറ്റിലേക്ക് അവർ കറുപ്പിക്കും, അപ്പോഴേക്കും സമയം കഴിയാറായി. അങ്ങനെയൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലർക്കത് ഓക്കെ ആവാം, എന്നാൽ ചിലർക്കത് അപ്ലിക്കേബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു സമയം കളയുന്ന ഒരു മെത്തേഡാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ഇത്തരം മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയോടെ എക്സാമിനെ നിങ്ങൾ ഫേസ് ചെയ്യുക. സ്ട്രാറ്റജി ഈസ് ദ കീ ഓഫ് ദി സക്സസ്. സ്ട്രാറ്റജി വേണം എപ്പോഴും. ഓക്കെ, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്യാം. മലയാളം സ്ട്രോങ് ആണെങ്കിൽ മലയാളം ഫസ്റ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു എക്സാം തുടങ്ങി വെക്കുക. മേ ബി ടഫ് ആണെങ്കിൽ പോലും, എക്സാം കമ്പാരിറ്റീവ്ലി ടഫ് ആണെങ്കിൽ പോലും നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റ് നമുക്ക് അറിയാമെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനുണ്ട്. സോ അത് ആ ഒരു എക്സാം ഓവറോൾ നമ്മളെ ആ ഒരു ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇനി വരുന്ന എക്സാംസിൽ അത് എന്താണ്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഡിഫറൻ്റായ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.